ഒരു മുസ്ലിം ലേഡീസ് ഹോസ്റ്റൽ. മഗ്‌രിബ് നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥനാ ഹാളിൽ നിന്നും നസീമ തന്റെ റൂമിലേക്ക് ഇടനാഴിയിലൂടെ മടങ്ങി. ജോലി കഴിഞ്ഞു വന്നിട്ട് ഇത്ര നേരമായിട്ടും ബെഡിൽ കുളിക്കാതെ ചടഞ്ഞുകൂടി കിടക്കുന്ന ഷെൽമയെ കണ്ടപ്പോൾ നസീമ അത്ഭുതത്തോടെ ചോദിച്ചു, "നീ എന്താടി നിസ്കരിക്കാൻ വരാതിരുന്നത്? നിനക്കെന്ത് പറ്റി? മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നല്ലോ." ഷെൽമ ഒന്നും മിണ്ടിയില്ല. നസീമ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഷെൽമ പറഞ്ഞു, "എനിക്ക് നല്ല മൂഡില്ലായിരുന്നു ഇത്ത." "എന്താ പ്രശ്നം? തേച്ചിട്ട് പോയ നിന്റെ ആ ഷുഹൈലിനെ കുറിച്ച് ഓർത്താണോ? കഴിഞ്ഞ ആഴ്ച അവനോടുടക്കി ആ പ്രശ്നം നീ തീർത്തതാണല്ലോ." "പ്രശ്നമൊക്കെ പറഞ്ഞു തീർത്തു, അത് ശരി തന്നെ. പക്ഷെ ഇപ്പോ അവൻ കെട്ടാൻ പോകുന്നു. അതറിഞ്ഞപ്പോ തൊട്ട് മനസ്സ് വല്ലാതെ വിങ്ങുന്നു. ഒഴിഞ്ഞൊന്നു പറയാനൊക്കെ എളുപ്പാ, മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല." "ഓ പിന്നെ, അവൻ പോയി വേറെ കെട്ടട്ടെ, നിനക്കെന്താ പ്രശ്നം? നീ അവനുമായുള്ള ഇടപാടൊക്കെ തീർത്ത് നിന്റെ വഴി നോക്ക്. അവനില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നുന്നത് ഈ പ്രായത്തിലുള്ള വെറും തെറ്റിദ്ധാരണയാണ്." "അതല്ല ഇത്ത, എനിക്കവനെ ഇഷ്ടമായിരുന്നു. ജോലിയുടെ ആവശ്യം പറഞ്ഞ് ദൂരെ നാട്ടിൽ പോയപ്പോഴും അതിന്റെ തിരക്കിലാണെന്നും പറഞ്ഞ് വിളിക്കാതെ ഇരുന്നപ്പോഴും നല്ല കാര്യത്തിനല്ലേന്ന് കരുതി ഞാനും വിളി കുറച്ചുപോയി. അതവന് ഗുണം ചെയ്തു. ക്രമേണ അകൽച്ചയും തുടങ്ങി. 2 ആഴ്ച മുമ്പ് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് പെങ്ങൾക്ക് തുല്യമാണ് കണ്ടതെന്ന് പറഞ്ഞ് അവൻ തീരെ കൈയൊഴിഞ്ഞത്. അന്ന് ഞാൻ കുറെ ബഹളം വെച്ച് ഉടക്കി പിരിഞ്ഞു എന്നത് സത്യമാണ്. അവൻ അവസരം മുതലാക്കി ഇപ്പോൾ വേറെ പെണ്ണിനെ കെട്ടി ജീവിക്കാൻ ഒരുങ്ങിയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? ആ കൊച്ചിനെ എനിക്കറിയാം. അവളോടെല്ലാം തുറന്നു പറഞ്ഞ് അവന്റെ വിവാഹം കുളമാക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. തേച്ചിട്ട് പോയ അവന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ എനിക്കറിയാം. ആ ഒരു ദുഃഖത്തിൽ ഇങ്ങനെ ഇരുന്നു പോയതാണ്. അല്ലാണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇത്താ." അത് പറയുമ്പോൾ അവൾ ഹോസ്റ്റലിലെ റൂംമേറ്റ് ആണെങ്കിലും ഏട്ടത്തിയെ പോലെ കാണുന്ന നസീമയുടെ കണ്ണിൽ നോക്കി ചിണുങ്ങി. അത് കണ്ടപ്പോൾ നസീമയ്ക്കും സങ്കടമായി. "സോറിടാ, ഏതായാലും നീ പോയി കുളിക്ക്. മെസ്സിൽ പോവാൻ നേരായി വരുന്നു." ഷെൽമ എഴുന്നേറ്റ് ടവലെടുത്ത് ബാത്റൂമിൽ കുളിക്കാൻ കയറി. "3-4 വർഷം പ്രേമിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ. അവനൊരു ജോലിയൊക്കെ കിട്ടിയപ്പോഴാണ് നിന്നെ ഒഴിവാക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. നീ പറഞ്ഞത് ശരിയാ. അവന് പെണ്ണിനെ ചതിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. ഞാനുണ്ട് നിന്റെ കൂടെ." രാത്രി മെസ്സിൽ നിന്നും ഭക്ഷണം കഴിഞ്ഞ് വരുമ്പോൾ നസീമ ഷെൽമയ്ക്ക് ധൈര്യം പകർന്നു. പിറ്റേന്ന് നസീമയും ഷെൽമയും ഷുഹൈലിന് 8ന്റെ പണി കൊടുക്കാൻ യാത്രയായി. നാളെയാണ് ഷുഹൈലിന്റെ കല്യാണം. ടൗണിലെ ഗ്രാൻഡ് കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് വിവാഹം. അവന്റെ വീട്ടിലും ഉണ്ടായിരുന്നു വലിയ ഒരുക്കങ്ങൾ. ധാരാളം ആൾക്കാർ വന്നുകൂടും. ഷെൽമയെ ഒഴികെ അവൻ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ വൈകിട്ട് ഷുഹൈലിന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. തന്റെ പെണ്ണ് ഷെറീന വേറെ ഒരുത്തനുമായി താലി കെട്ടുന്ന, മാല ചാർത്തുന്ന, വിവാഹശേഷം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന പല പല ദൃശ്യങ്ങൾ. അല്ല, ഷുഹൈലാകെ തകർന്നുപോയി. വീട്ടുകാരെല്ലാം സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. താൻ ഇതെങ്ങനെ അവരോട് പറയും? അവന്റെ മുന്നിൽ പിന്നെ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ആത്മഹത്യ. വിളിച്ചു പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാർ നാളെ വരും വിവാഹത്തിന്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. പെണ്ണിന്റെ വീട് കുറെ ദൂരമായതുകൊണ്ട് തന്റെ നാട്ടിലും വീട്ടിലും ആർക്കും വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അറിയും. താൻ ആകെ നാറും. ഏത് ചെറുപ്പക്കാരനും വിവാഹത്തലേന്നാൾ അടിമുടി തകർന്നു പോകുന്ന ഇത്തരം വിവരങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ താങ്ങും? മെസ്സേജ് കണ്ടപ്പോൾ തൊട്ട് അവൻ പരവേശം പിടിച്ച് നടക്കുകയാണ്. ശരിക്കും പെട്ടു. കുടുക്കിൽ കുടുങ്ങിയ ഇരയെപ്പോലെ വേദനിക്കുകയും ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. വിഷം കഴിക്കണോ, തൂങ്ങിച്ചാവണോ, അതോ നാട് വിട്ടു പോകണമെന്നറിയാതെ വിഷമിച്ചു. നാളെ വിവാഹത്തിനായി ജനങ്ങൾ എത്തും. ആത്മാഭിമാനം തകർന്ന് താൻ എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യും? മരിക്കുക തന്നെ അവൻ തീരുമാനിച്ചു. ആ രാത്രി ബെഡ്റൂമിന്റെ വാതിലടച്ച് കുറ്റിയിട്ടു. സ്റ്റൂളിൽ കയറി കുരുക്കിട്ട് ഫാനിൽ കെട്ടി, മറുതല കുരുക്കിട്ട് കഴുത്തിൽ മുറുക്കി സ്റ്റൂള് കാലുകൊണ്ട് തട്ടിക്കളയാൻ ഒരുങ്ങവേ ബെഡിലിരുന്ന മൊബൈൽ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ മറന്നുപോയിരുന്നു. ആരാ ഈ നേരത്ത് ശകുനം മുടക്കി? അവൻ കഴുത്തിൽ നിന്നും കുരുക്കഴിച്ച് താഴെ ഇറങ്ങി. ഷെൽമ, തന്റെ പ്രണയിനി. "നിങ്ങളെന്താ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ?" "ഏ, അതെങ്ങനെ നീ അറിഞ്ഞു?" അവൻ സംശയത്തോടെ അതിലുപരി അത്ഭുതത്തോടെ ചോദിച്ചു. "നിന്റെ മുന്നിൽ ഇനി അതല്ലേ വഴിയുള്ളൂ." "ശരിയാണ്. അതേടി ഷെൽമ, അവൾക്ക് വേറെ പ്രണയമുണ്ടായിരുന്നു. അവൾ ഇന്ന് വിവാഹിതയായി." "ആണോ? കണക്കായിപ്പോയി. എന്നെ തേച്ചിട്ട് വലിയ ആളായി വലിയ പണക്കാരി പെണ്ണിനെ കെട്ടാൻ പോയതല്ലേ. ഇപ്പൊ എന്തായി?" "ആട്ടെ, നീ എങ്ങനെ അവളുടെ കാര്യം അറിഞ്ഞു?" "അതൊന്നും നീ അറിയണ്ട. നിന്നോടുള്ള പ്രണയം ആത്മാർത്ഥമായിരുന്നു. അതുകൊണ്ട് ദൈവം തോന്നിപ്പിച്ചു ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവൂന്ന്. നിന്നെ വിളിക്കാനും തോന്നിപ്പിച്ചു." "ആണോ ഷെൽമ?" അവൾ മൂളി. "സത്യത്തിൽ ഞാൻ ആത്മാഭിമാനം തകർന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയതാണ്. നിന്റെ കോളാണ് എന്നെ രക്ഷിച്ചത്."
നിന്നെപ്പോലുള്ള ഒരു പെണ്ണിനെ തള്ളിക്കളഞ്ഞ ഒരു പരമദ്രോഹിയായ എനിക്ക് മുന്നിൽ ഈ അവസരത്തിൽ ഈ ആത്മഹത്യയെ വഴിയുള്ളൂ. അയ്യോ, അങ്ങനെ പറയല്ലേ. അങ്ങനെ ചുമ്മാ ചാവാൻ വരട്ടെ. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ആണോ ഷൽമ? നിനക്കെന്നോട് ദേഷ്യമില്ലേ? ഒരിക്കലുമില്ല ഷുഹൈൽ. നിന്റെ ദുഷ്ടബുദ്ധിക്ക് നിനക്ക് കണക്കിന് കിട്ടി. ഷൽമ, നാളെ എൻ്റെ വിവാഹം കൂടാൻ ആൾക്കാർ ഒരുപാട് വരും. നിനക്കെന്നെ സഹായിച്ചൂടെ? എങ്ങനെ ഷുഹൈൽ? എൻ്റെ പെണ്ണായി നീ നാളെ ആ കല്യാണ ഹാളിൽ വരില്ലേ? നിന്റെ മുന്നിൽ വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ ഷുഹൈൽ ഇപ്പോൾ നീ എന്നെ ക്ഷണിക്കുന്നത്? നാളെ നീ എന്നെ കളഞ്ഞിട്ട് പോകില്ലാന്ന് എന്താ ഒരു ഉറപ്പ്? വേണം, എനിക്ക് നിന്നെ വേണം. ഇനി ഞാൻ ഒരിക്കലും നിന്നെ കൈവിടില്ല. നിന്റെ സ്നേഹം ആത്മാർത്ഥമാണല്ലോ. അത് കാണാതിരുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. എന്നോട് പൊറുക്കണം. എൻ്റെ ഈ തെറ്റ് വലുത് തന്നെയായിരുന്നു. പിറ്റേന്ന് ആ കല്യാണ ഹാളിൽ ബന്ധുക്കളുമായി എത്തിയ ഷെൽമയെ താലികെട്ടി അവന്റെ ആത്മാഭിമാനം സംരക്ഷിച്ചു. ഷുഹൈലിനെ എങ്ങനെയാണ് നസീമത്തെയും സൽമയും വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മൂക്കുകൊണ്ട് ഇക്ഷ ഇഞ്ഞ എന്ന് വരപ്പിച്ചതെന്ന് നോക്കാം. ഷുഹൈലിന്റെ വിവാഹത്തിനായി പറഞ്ഞുറപ്പിച്ച ഷെറീന എന്ന പെൺകുട്ടി ജോലി ചെയ്യുന്ന ആ വലിയ കമ്പനിയിൽ നസീമത്തെയും ഷെൽമയും എത്തിച്ചേർന്നു. അവിടെ ഒരു കമ്പനിയിൽ ഉയർന്ന പോസ്റ്റിലാണ് അവൾക്ക് ജോലി. പുറത്തുനിന്നും അപ്പോയിന്റ്മെന്റ് എടുത്ത് അവർ അവളുടെ ക്യാബിനിൽ എത്തിച്ചേർന്നു. ഷെൽമ എന്ന തന്റെ കോളേജ് മേറ്റിനെ കണ്ട് ഷെറീന അമ്പരന്നു. ഷെറീന അവരെ സ്വീകരിച്ചിരുത്തി. തന്നെ വന്ന് കാണാൻ കാരണം അന്വേഷിച്ചപ്പോഴാണ് താൻ കെട്ടാൻ പോകുന്ന ഷുഹൈലിക്കാന്റെ പഴയ കാമുകിയാണ് തന്റെ കൂട്ടുകാരി ഷെൽമ എന്ന് അവൾക്ക് മനസ്സിലായത്. വിവരമറിഞ്ഞപ്പോൾ ഷെറീന ധർമ്മസങ്കടത്തിലായി. തന്റെ ബാപ്പാന്റെ നിർബന്ധപ്രകാരമാണ് ഷുഹൈലിനെ കെട്ടാൻ തയ്യാറായതെന്നും തനിക്കൊരു പ്രണയമുണ്ടെന്നും അവൻ പാവപ്പെട്ടവനാണെന്നും എന്റെ ബാപ്പാനെ വെല്ലുവിളിച്ച് തന്നെ കെട്ടിക്കൊണ്ടു പോകാൻ അവൻ അശക്തനാണെന്നും അവരെ അവൾ അറിയിച്ചു. ഒടുവിൽ താൻ ബാപ്പാന്റെ നിർബന്ധപ്രകാരമാണ് ഈ വിവാഹത്തിന് ഒരുങ്ങുന്നതെന്നും അവൾ അറിയിച്ചു. തനിക്ക് പുറത്തുനിന്ന് ശക്തമായ സപ്പോർട്ട് കിട്ടിയാൽ ഈ വിവാഹം ഉപേക്ഷിച്ച് ആ പയ്യനെ കെട്ടുമെന്ന് അവൾ ഉറപ്പുകൊടുത്തു. അങ്ങനെയാണ് നസീമത്തെയും ഷെൽമയും ഷെറീനയ്ക്ക് അവളുടെ പ്രേമ സാക്ഷാത്കാരം സാധ്യമാകുന്ന വിധത്തിൽ ആ പാവം പയ്യനുമായി വിവാഹം രഹസ്യമായി ചെയ്തു കൊടുത്തത്. അങ്ങനെ തന്നെ ചതിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഷുഹൈലിനെ തന്റെ വരച്ച വരയിൽ നിർത്തി വിവാഹം ചെയ്യിപ്പിച്ചു ഷെൽമ നസീമത്താന്റെ സഹായത്തോടെ. ഇപ്പോൾ അവർ നല്ല ദമ്പതികളായി സന്തോഷത്തോടെ കഴിയുകയാണ് കേട്ടോ.